ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ. 4 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ടെക്സ്ചറിലൊക്കെ വരുന്ന ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ അതുമാത്രമല്ല, ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കിട്ടിയ ട്രൈഡ് പിക്ചേഴ്സിൽ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കാണണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ക്യാരറ്റ് എടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മളിതിനെ വേവിക്കാൻ പോവാം. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഒരു 2 വിസിലൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവുമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിലാണ് കേട്ടോ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് നല്ലതുപോലെ വെന്തതിന് ശേഷം അതിൻ്റെ ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടും, കാരണം നമ്മൾ വേവിച്ചതാണല്ലോ. വേവിച്ച ക്യാരറ്റ് വളരെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ ആ വെള്ളം കളയരുത്, ആ വെള്ളത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ആ വെള്ളത്തിലേക്ക് ഒരു കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല ഹീപ്പായിട്ട് തന്നെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ക്വാണ്ടിറ്റി കുറയില്ല, കുറഞ്ഞാൽ അത് സെറ്റ് ആവത്തില്ല. അപ്പോൾ കോൺഫ്ലോർ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കലക്കി വെക്കും. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ കോൺഫ്ലോർ കലക്കിയല്ലോ വെള്ളത്തിൽ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് നല്ലതുപോലെ അരച്ചെടുത്തില്ലേ, അതും കൂടി ഇട്ടിട്ട് അതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ഞാൻ ഗ്രാമ്പൂ ഇടുന്നുണ്ട്. ഗ്രാമ്പൂ ഒരു 3-4 പീസൊക്കെ ഇടാം, കാരണം ഇപ്പം ഈ ക്യാരറ്റിൻ്റെ ചില ആൾക്കാർക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായിരിക്കത്തില്ല. ചിലർക്കത് പച്ചയ്ക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും വെന്ത ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് 1 കപ്പ്. അപ്പോൾ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ തന്നെ പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമനുസരിച്ച് ചേഞ്ച് വരുത്താം. അപ്പം ഒട്ടും പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിനെ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒട്ടും കട്ടല്ല, നമ്മൾ കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകി വരും. ഒരു ചെറിയ ചൂടിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അതിന് 5-10 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിങ്ങനെ കുറുകി ഒരു നല്ല കട്ടിയായിട്ട് വരും. ആ ടൈമിൽ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിനെ ഒന്ന് ഗ്രീസ് ചെയ്യുക. ഇവിടെ ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയല്ല, നമ്മളുടെ നോർമൽ ഓയിൽ ഉണ്ടല്ലോ. പക്ഷേ ഓയിൽ ഇത് ഈ ബട്ടർ ഇല്ലെങ്കിൽ മാത്രം, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആയിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണയാണെങ്കിൽ എത്രയാണെങ്കിലും ആ ഒരു ടേസ്റ്റ് വരുമല്ലോ നമ്മളുടെ സ്വീറ്റിലേക്ക്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഈ കുറുകി വന്ന ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതിനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ കുറച്ച് നേരം, ഇനി ഇതിനകത്തേക്ക് ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല, നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പം ഒരു 6 hours ഒക്കെ മിനിമം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ സെറ്റായി കിട്ടും. നമ്മൾ നോർമലി പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കില്ലേ, അതേപോലെ തന്നെ. ഇതിലേക്ക് നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതാ ക്യാരറ്റിൻ്റെ കളറാണ്, ഇത് നല്ല ഓറഞ്ച് കളറിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് തൊട്ട് നോക്കുമ്പോഴൊക്കെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് സെറ്റായി വന്നേക്കുന്നത്. ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ കണ്ടോ, അതിങ്ങനെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അതങ്ങ് വിട്ടങ്ങ് വരുന്നുണ്ട്. അങ്ങനെ അവിടെ പിടിക്കുന്നൊന്നുമില്ല. അത് ബട്ടറൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് അങ്ങ് വിട്ടുപോരും. അപ്പോൾ ഇതിൽ ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫ്ലോറിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ്. അത് നമ്മൾ വേറെ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കോൺഫ്ലോർ ആണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം 3 ടേബിൾ സ്പൂൺ, ആ നിറയെ ടേബിൾ സ്പൂൺ നല്ല ഹീപ്പായിട്ട് തന്നെയാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിങ്ങനെ പീസസ് മുറിച്ചെടുത്തേക്കുന്ന അതേപോലെ തന്നെ കഴിക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് കോക്കനട്ട് പൗഡറിൽ ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കോക്കനട്ട് പൗഡറിൽ മധുരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു സ്വീറ്റിൻ്റെ മധുരവും പിന്നെ ഈ കോക്കനട്ട് പൗഡറിൻ്റെ ആ ടെക്സ്ചറും ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല യമ്മി ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് പറ്റും.
അപ്പൊ എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് കോക്കനട്ട് പൗഡറിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അതൊട്ടും നിർബന്ധമുള്ള സ്റ്റെപ്പേ അല്ല കേട്ടോ. പക്ഷെ കാണാനൊരു ഭംഗിയായിരിക്കും. കാരണം ഈ ഒരു ഓറഞ്ചും വൈറ്റും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കിനും നല്ല ലുക്കാ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന് കിട്ടിയേക്കുന്നത്. നമ്മളിപ്പോൾ കോക്കനട്ട് പൗഡറിലൊന്നും കോട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ അതല്ലാതെ തന്നെ കഴിക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അങ്ങ് വായിലിട്ടാൽ അലിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതിന് കുറച്ചും കൂടെ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പിസ്റ്റാഷ്യോന്റെ കുറച്ച് പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ലുക്കായിരിക്കും. കാരണം ഇതൊരു ഓറഞ്ച് കളറിലല്ലേ, അപ്പോൾ പിസ്റ്റാഷ്യോന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ കളറിൽ വരുമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ നല്ലൊരു കളർ കോംബോ ആയിരിക്കും. അപ്പം ഞാനിവിടെ അതിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സ്വീറ്റ് ഇഷ്ടമുള്ളവർക്കും ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്കും അതുപോലെ ഒരു പുഡിംഗ് ടെക്സ്ചറിലുള്ള സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ മിക്കവാറും അവൈലബിൾ ആയിരിക്കുമല്ലോ കോൺഫ്ലോറും ക്യാരറ്റും ഒക്കെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടമാകുമെന്ന് തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമുക്ക് കുറച്ച് ട്രൈഡ് പിക്ചേഴ്സ് കാണാം. ഈ ട്രൈഡ് പിക്ചേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇനിയും അയച്ചു തരിക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. മുൻപ് ഹണി വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരമൽ പോപ്കോൺ, പക്ഷെ ശരിയായില്ല. ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നജിത പറഞ്ഞത്.